മതേതര പാർട്ടിക്ക് ഇട തലസ്ഥാനം അല്ലെങ്കിൽ പാർട്ടിയുടെ ഹെഡ് ഓഫീസ്, ഈ കോൺഗ്രസിന്റെ ഹെഡ് ഓഫീസ് മുസ്ലിം ലീഗിന്റെ പാണക്കാട് തറവാട്ടില്, ആ പാണക്കാട് തറവാടിന്റെ അകത്തളത്തില്, കൊടപ്പനക്കൽ തറവാടിനകത്താണ് കോൺഗ്രസിന്റെ സർവമാന സൗകര്യങ്ങളും സർവമാന സന്നാഹങ്ങളും ഒരുക്കിയിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിരിയാണ് വരുന്നത്, പുച്ഛമാണ് തോന്നുന്നത്. നിങ്ങളൊരു മതേതര പാർട്ടിയാണ്, അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മതേതര പാർട്ടി ഈ ഒരു വിഭാഗക്കാരുടെ മാത്രം കാലിന്റെ ഇടയിൽ പോയിരിക്കുന്നത്? ഞാനിന്ന് എന്റെ ഭാഷ ഞാൻ കുറച്ച് മോശമാക്കാൻ തന്നെ തീരുമാനിച്ചതാണ് ഈ ഒരു വിഷയത്തിലായതുകൊണ്ട്. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആള് സന്ദീപ് വാര്യര് എന്ന് പറയുന്ന ആളായതുകൊണ്ട് ഇന്ന് എന്റെ ഭാഷ മഹാമോശം തന്നെയാണ്. അങ്ങനെ മോശമാണെങ്കിൽ നിങ്ങളൊന്ന് സഹിക്കും. എന്താണ് ഷൈനി ചേച്ചിയുടെ ഡയലോഗ്? ഇതിൽ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷൈനി ചേച്ചിയുടെ പ്രത്യേകത ഉണ്ട്. സുന്നത്തിനെ കുറിച്ചിട്ടൊക്കെ വളരെ ആധികാരികമായി സംസാരിക്കുന്നുണ്ട്. മധുസൂദനൻ ചേട്ടന്റെ സുന്നത്തൊക്കെ 36 ചെയ്തതെന്ന രീതിയിലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, സ്വന്തം പാർട്ടിയിൽ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത നിമിഷം വി കെ ബജനെ പോലുള്ള ആളുകൾ കണ്ട് തുടങ്ങും എന്ത് വൃത്തികേടുകൾ ഇങ്ങനെ പറഞ്ഞു പരത്താൻ. പാണക്കാട് ശിഹാബ് അലി തങ്ങളുടെ നടയുടെ അകത്ത് ആണ് എന്ത് ആ പാർട്ടി കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഭയങ്കര വൃത്തികേടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാ ഞാൻ പറയുമ്പോൾ കുറച്ച് അശ്ലീലൊക്കെ ചേരിട്ടാന്ന്. അത് ആദ്യമായിട്ട് പറഞ്ഞ പോലെയാണ് ചേച്ചിയുടെ ഡയലോഗ്. എന്തായാലും കേട്ടു നോക്കാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ദേശീയ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയിരിക്കുന്നത്? ഇനിയിപ്പോ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഇന്നിപ്പോ സുന്നത്ത് കർമ്മം കൂടി നടന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോ സാധാരണ സുന്നത്തൊന്നും കുട്ടികളെ പിടിച്ചിട്ട് പിന്നെ ചെത്തുന്ന പോലെ ഒന്നും ചെത്താൻ പറ്റില്ല. കാരണം വാര്യരുടെ അവിടെ നിന്നൊക്കെ കൈവിട്ട് പോയതാണ്. അപ്പൊ വാര്യരുടെ ഒക്കെ ഇനി വല്ല മുട്ടിയിലും വെച്ച് ചെത്തേണ്ടി വരും. പാടുണ്ട്, ഒരുപാട് പണിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല സുന്നത്ത് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ചേച്ചിയാണ്. മധുസൂദനൻ ചേട്ടനാണോ അച്ഛനാണോ എന്ന് അറിയില്ല, ആരാണെങ്കിലും മുട്ടിയും വെച്ച് ഇങ്ങനെ ചെത്തിയിട്ടാണ് ചേച്ചി സുന്നത്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സുന്നത്ത് ചെയ്യുക എങ്ങനെയാണെന്നുള്ള കാര്യത്തിലാണ് ചേച്ചി PhD എടുത്തുള്ളത്. ആ ഒരു കാര്യത്തിന് ഇവിടെ എന്തായാലും ജോബ് ഇല്ല. അതുകൊണ്ട് UK പോയിട്ട് അത് പരമാവധി തൊട്ട് തലോടിക്കൊണ്ടൊക്കെയുള്ള സുന്നത്തുകളൊക്കെ ചെയ്തു കൊടുത്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്നതാണ് ചേച്ചിയുടെ ഒരു പ്രത്യേക ഒരു ട്രാക്ക്. അതാണ് ഇന്ത്യയിൽ അതിന് യാതൊരു തരത്തിലുള്ള ഒരു ഇതില്ല. അതുകൊണ്ട് നേരെ UK പറന്നു. അവിടെ ഇപ്പൊ സുന്നത്ത് പരിപാടിയാണ്. ഓക്കെ, ഇതില് വൃത്തികേടുകൾ പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയത്. ഈ സന്ദീപ് എന്ന് പറയുന്ന മനുഷ്യൻ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പോയത്, അതും ഈ മുസ്ലിം ലീഗിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലോട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലോട്ടോ പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര വിരോധമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ ഇവിടെയുള്ള ന്യൂനപക്ഷത്തെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെയിൻ ഘടകമായി പ്രവർത്തിച്ചിരുന്ന മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം സംസാരിച്ചിരുന്ന ആളാണ് ഇപ്പോ ആരുടെ അടുത്ത് പോയിട്ടുള്ളത്, കോൺഗ്രസിന്റെ അടുത്ത് പോയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു രീതിയിൽ പ്രതികരിച്ചത് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ അതിൽ പ്രതികരണവുമായിട്ട് വന്നിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ രാഷ്ട്രീയ പാർട്ടിക്ക്, കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിക്ക് കഴിഞ്ഞ 10-70 കൊല്ലം നമ്മുടെ നാട് ഭരിക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ ഭരിച്ചിരുന്ന ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ഗതികേട് പാണക്കാട് തറവാടിന്റെ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയി ഇരുന്നില്ലെങ്കിൽ പാർട്ടി ഒന്നുമല്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ പാർട്ടി പേരിൽ തന്നെ വർഗീയതയുള്ള, ഞാൻ ചോദിക്കുന്ന മുസ്ലിമുള്ള ആൾക്കാർക്ക് വർഗീയത ഇല്ലെങ്കിൽ പിന്നെ പാർട്ടി പേരിൽ എന്തിനാണ് മുസ്ലിം? അപ്പൊ മുസ്ലിം വർഗീയ പാർട്ടി തന്നെയാണ്. ഓഹോ, ചേച്ചിയുടെ പുതിയ കണ്ടുപിടുത്താണ് കേട്ടോ. അതായത് ആ പാർട്ടിയുടെ പേരിന്റെ തറ്റത്തോ മുന്നിലോ എന്തുണ്ടാവണം, മുസ്ലിം ലീഗ് എന്നോ അല്ലെങ്കിൽ ഹിന്ദു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരാണത്? അത് വർഗീയ പാർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്നത് ഇത്ര വലിയ വർഗീയത പറയുന്ന വേറെ സാധനമില്ല, സത്യസന്ധമായിട്ടുള്ള കാര്യം കൂടി തന്നെയാണ്. അപ്പൊ ബാബര് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന വർഗീയത കൂട്ടിയെടുത്താൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ പാണക്കാട് ആ ഒരു ടീമിന്റെ, അതായത് മുസ്ലിം ലീഗിന്റെ പിന്തുണ ഇല്ലാതെ കോൺഗ്രസിന് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സത്യം, പകല് പോലെ സത്യം. അതിന് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവിടെ ഇപ്പോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റേ രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും മത്സരിക്കാറുണ്ടല്ലോ. അതൊന്നും ചേച്ചിക്ക് ഒരു വിഷയമാകുന്നേ ഇല്ല. എങ്ങനെയാണ് ഇത് വിഷയമാകുന്നത്? വർഗീയത മാത്രം പറയേണ്ട സന്ദീപ് ഇനി മുതൽ വർഗീയത പറയാൻ കഴിയില്ല. കാരണം മുസ്ലിം ലീഗിന്റെ അടുത്തേക്കാ പോയിട്ടുള്ളത്. എന്നിട്ടോ മുസ്ലിം ലീഗിന്റെ കാലിന്റെ അടിയിലാണ് കിടക്കുന്നത് എന്നാണ് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ എനിക്കും തോന്നി, ശരിയാണ്, ഇത്രയും നാള് മുസ്ലിങ്ങളെ ചവിട്ടി താഴ്ത്തി സംസാരിച്ച നാള് ഇനി മുതൽ ആ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങുക. എന്താണ് ലക്ഷ്യം? സീറ്റ് തന്നെയാണ്. അയാൾ ഏത് രാഷ്ട്രീയ പാർട്ടി പോയി കഴിഞ്ഞാലും BJP വിട്ടു കഴിഞ്ഞാൽ അയാളെ വർഗീയത പോയി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. മനസ്സിന്റെ അകത്ത് കിടക്കുന്ന ആ ജീർണിച്ച ചിന്താഗതി അയാളെ കയ്യിലുണ്ടാവും, മനസ്സിനുള്ളിലുണ്ടാവും. ഓക്കെ, അപ്പോ പാണക്കാട് തങ്ങളുടെ അടുത്ത് പോയിട്ട് സുന്നത്ത് ചെയ്തു എന്നൊക്കെ പറയുന്നത്, സുന്നത്ത് എക്സ്പെർട്ട് ആയിട്ടുള്ള ഷൈനി ചേച്ചിക്ക് പുതിയ പേരും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം, സുന്നത്ത് ഷൈനി മധുസൂദനൻ. എന്ത് പറയാനാ? ആ മുസ്ലിം എന്ന് പറയുന്ന വർഗീയ പാർട്ടിയുടെ തലസ്ഥാനമായ പാലക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയി ഇരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സാധനം മതേതരം എന്ന് പറഞ്ഞിട്ട് ഈ പൊന്ന് സന്ദീപ് വാര്യരെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ നാണം കെടല്ലേ?
പൊന്ന് സന്ദീപ് വാര്യരെ, നിങ്ങൾ ഈ മുസ്ലിം ലീഗിനെ മതേതര പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിനെ മതേതര പാർട്ടി എന്ന് പറഞ്ഞിട്ട് സ്വയം നാണം കെട സ്വയം ലഭ്യനാവരുത്. കാരണം പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ, ഇപ്പൊ അയാൾ പറയുന്നതാണ്, അയാളുടെ ലൈവ് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്, പാണക്കാട് തങ്ങളുടെ കൊടപ്പണിക്കൽ തറവാടിന്റെ അകത്തളത്തിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ അസ്തിത്വം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന് സന്ദീപ് വാര്യരെ, നിങ്ങൾ ഇങ്ങനെ നാണം കെടുന്ന വർത്തമാനം പറഞ്ഞ് സ്വയം ഇലിഭ്യനാവരുത്. അയാൾ സ്വയം ഇലിഭ്യനാവാതിരിക്കുക എന്നൊക്കെയുള്ള അയാളുടെ രാഷ്ട്രീയമാണ്. അത് അയാളുടെ മാത്രമാണ്. ഷൈനി ചേച്ചിയെ, ഈ സുന്നത്ത് ചേച്ചി എന്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത്? അയാളുടെ താല്പര്യമില്ല ഏത് പാർട്ടിയിൽ പോകണം എന്നുള്ളത്. പിന്നെ ബുദ്ധി വിവരമില്ലാത്ത ആളുകൾ അവരെ ക്ഷണിക്കുന്നത് മാത്രമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പൊട്ടന്മാർക്ക് ഒരു പണിയൊന്നുമില്ല. ഈ ചെങ്ങായി ഇത്രയും കാലം വർഗീയത പറഞ്ഞിട്ട് ഇപ്പൊ പിടിച്ചു കയറ്റി നമ്മളെ തന്നെ പറഞ്ഞിരുന്ന ആൾക്കാരെ പിന്നെ നമ്മളേക്ക് എടുക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ഈ താഴെ ഘടകങ്ങളിൽ തല്ലുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മാറുക എന്തിന് പാർട്ടിയിൽ എടുത്തു എന്നൊക്കെ കമന്റ് ബോക്സ് നോക്കി തന്നെ കാണാം. ഒരു പക്ഷെ ഇവര് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ടാവും ആളെ എടുത്തു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് അവർക്ക് എതിരെ തന്നെയാണ് തിരിയുക. മുസ്ലിം ലീഗിന്റെ പാർട്ടിയുടെ പേരിൽ മുസ്ലിം എന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊരു വർഗീയ പാർട്ടിയാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങളുടെ രാഷ്ട്രീയം പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ വർഗീയത ചെയ്ത് കാട്ടിക്കൂട്ടി ഞങ്ങൾ കണ്ടതല്ലേ? ഇത്രയും നാള് വളരെ എന്താണ് സന്തോഷത്തോടു കൂടി നിസ്കരിച്ചു പോയിരുന്ന ഒരു പള്ളി തകർത്ത് അവിടെ അമ്പലം കെട്ടി, അത് കഴിഞ്ഞ് മുഴുവൻ പള്ളികളും തകർക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു, മുസ്ലിങ്ങളെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി ഡയലോഗ് അടിക്കുന്നു. ഇതൊക്കെ ചെയ്തത് നിങ്ങളല്ലേ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ആരായിട്ട് വരുന്നറിയില്ല, വി കെ ബൈജു തീട്ടം, നിങ്ങളുടെ ഏകദേശം ഒരു ബ്ലഡ് റിലേഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ആളുടെ ഒക്കെ ഒരു പരിപാടി തന്നെയല്ലേ? നിങ്ങളിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇന്നൊന്ന് കടുപ്പിച്ച് പറയാൻ പോവാണ്. നിങ്ങൾ എന്നും കടുപ്പിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നും എയറിൽ കയറുന്നതും എന്നുള്ളതാണ്. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞ് ശരിയാക്കായിട്ട് തോന്നും. പക്ഷെ എല്ലാതും അങ്ങോട്ട് ദഹിക്കൂല എന്നുള്ളതാണ്. നിങ്ങളുടെ ദേശീയത ഇരിക്കുന്ന പാണക്കാട് തറവാടിന്റെ ഉള്ളിലാണ്. നിങ്ങൾ ഇന്ന് അവിടെ സുന്നത്തിന് പോയിട്ട് വലിയ അഭിമാനത്തോട് കൂടിയിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, നാടിന്റെ മതേതരത്വം പുഴുങ്ങി തിന്നാനാണ് ഞാൻ ഇവിടെ വന്നത്, നാടിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന മുസ്ലിം ലീഗിന്റെ കാലിന്റെ ഇടയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ. തനിക്ക് ചത്തൂടെയോ പോയിട്ട്? എടോ പൊന്നു വാര്യരെ, ചത്തൂടെ പോയിട്ട് ഇതിനേക്കാളും? ഇതാണ് എനിക്ക് ചേച്ചിയോട് പറയാനുള്ളത്. വെറുതെ കിടന്ന് ചിലക്കണ്ട, ചത്തു പോയിക്കൂടെ ചേച്ചി? നിങ്ങൾക്കൊക്കെ എന്താണ് കിടന്ന് ചിലക്കിന് കൊണ 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 എന്ന്? രാമായണൊക്കെ വായിച്ചൊരു മൂലക്കരിക്കേണ്ട പ്രായത്തിലാണ് ഇരുന്ന് വർഗീയത പറയുന്നത്. കോൺഗ്രസ് പാർട്ടി ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മുസ്ലിം ലീഗിലും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതും ഒരു മതേതര രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള വർഗീയതയാണ്, ഏത് രീതിയിലുള്ള പ്രക്ഷോഭമാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് RSSും BJPയും ചേർന്നുകൊണ്ടാണ്. അത് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് ചേച്ചിയെ, കേട്ടോ. പിന്നെ തൂങ്ങിച്ചാവാനും മുങ്ങിച്ചാവാനൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ അത് ചെയ്തെങ്കിൽ കുറെയൊക്കെ ആളുകൾക്ക് ഒരു സമാധാനം കിട്ടുമായിരുന്നു. ഈ ദേശീയ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര ദേശീയ പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ അകത്തളത്തിൽ പോയിട്ട് താൻ എടുത്തല്ലോ. അവിടെ പോയപ്പോൾ ഇന്നിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസില് തീരുമാനമെടുക്കണമെങ്കിൽ, കോൺഗ്രസിൽ ഒരാൾക്ക് എന്താ പറയാ അവിടെ വെച്ചിട്ട് ഒരു മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ, ഒരു മെമ്പർഷിപ്പ് എടുത്താല്, ഒരാളെ പാർട്ടിയിലേക്ക് ചേർത്താല് പാർട്ടി തീരുമാനങ്ങൾ എന്താ പറയാ പോളിറ്റ് ബ്യൂറോയുടെ പാർട്ടി തീരുമാനങ്ങൾ അടക്കം എടുക്കണമെങ്കിൽ പാണക്കാട് തറവാടിലെ അകത്തളത്തിൽ പോയി ഇരിക്കണം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഇതുപോലെ ഗതികേടുള്ള ഒരു പാർട്ടി വേറെയുണ്ട്. അത് ആ പാർട്ടിയുടെ കാര്യമില്ലേ? അത് ആ പാർട്ടി തീരുമാനിക്കണ്ട, ആ പാർട്ടി ചിന്തിക്കേണ്ട കാര്യമില്ലേ? അത് ചേച്ചി തീരുമാനിക്കണ്ടല്ലോ. ചേച്ചിക്ക് അവിടെ എത്ര സുന്നത്ത് ചെയ്യാണ്ട്, മരമുട്ടിയൊക്കെ കൊടുന്ന് വെട്ടി സെറ്റാക്കിയിട്ട് മറ്റേ പരിപാടി അതൊക്കെ ചെയ്ത് പോയിക്കൂടെ? ചേച്ചി എന്തിനാണ് ഇപ്പൊ സന്ദീപേട്ട ഇതിൽ പോയി വെച്ചിട്ട് ഇമാതിരി ഉള്ള ഡയലോഗ് അടിക്കുന്നത്? ചേച്ചി അവിടെ സുന്നത്തിന്റെ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ചെയ്ത് നോക്കട്ടോ. മുസ്ലിം ലീഗ് തന്തക്കി വിളിച്ചാൽ മുസ്ലിം ലീഗ് ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞാൽ ഇരിക്കണം, പെടുക്കാൻ പറഞ്ഞാൽ പെടുക്കണം, പെടുക്കരുതെന്ന് പറഞ്ഞാൽ പെടുക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് മതേതര പാർട്ടിയുടെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മുഖമുദ്ര. പാണക്കാടുകാർ പറയും പാണക്കാട് തീരുമാനിക്കും, മുസ്ലിം ലീഗ് തീരുമാനിക്കും കോൺഗ്രസ്സുകാർ പെടുക്കണോ വേണ്ടെന്നുള്ളത്. അതാണ് കോൺഗ്രസിന്റെ ഗതികേട്. ഇതിപ്പോ ചേച്ചി വീട്ടിലിപ്പോ എന്ത് ചെയ്യുന്നത്? മധുസൂദന ഒയ്ക്ക്, അപ്പൊ അയാളോട് വയ്ക്കും. പനിനീര് തെളിയാൻ പറഞ്ഞാൽ പനിനീര് തെളിഞ്ഞു കൊടുക്കും. അവിടെ അപ്പിടും, പക്ഷെ അവിടെ അപ്പിടും. ഇത് കോര് പറഞ്ഞത് കോരും. ഇത് ചെയ്യുന്നോണ്ടാണല്ലോ ചേച്ചി ഇപ്പൊ ഈ അടുക്കളന്നല്ലേ വേക്കൽ ഫ്രിഡ്ജ് ഇതൊക്കെ കാണാണ്ട്. ഇനി ഇത് എന്താണാവോ? ഇതിപ്പോ അപ്പി ബിജുവിന്റെ പരിപാടി എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയില്ല. എന്തായാലും അവിടെ ഇരുന്ന് ഇപ്പൊ കണക്കിണത്, അതായത് നിങ്ങൾ പറഞ്ഞനുസരിച്ചിട്ട് തുള്ളുന്ന ഒരു ഭർത്താവ് നിങ്ങൾക്കുണ്ട്, അത് അവിടെ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വെറുതെ വർഗീയത വിളിച്ച് പറയുന്നു, വേറെന്ത്? ഉണ്ടാക്കിയ തന്തയെ മാറ്റി പറയുന്ന താനൊക്കെ നല്ലൊരു പട്ടാളക്കാരനായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. താൻ നല്ലൊരു പട്ടാളക്കാരന് പിറന്ന മകനായിരുന്നതിൽ അഭിമാനിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾ എല്ലാവരും. പക്ഷേ ഈ നല്ലൊരു പട്ടാളക്കാരനായിട്ട് പറഞ്ഞിട്ട് ഇന്നലെ എന്റെ അച്ഛൻ വേറെ ആയിരുന്നു, ഇന്ന് സന്ദീപ് വാര്യർ പബ്ലിക്കായിട്ട് വന്നിട്ട് പറയാൻ എന്റെ അച്ഛൻ അതല്ല, അയ്യോ എന്റെ അച്ഛൻ അതല്ല, പാണക്കാട് തങ്ങളാണ് എന്റെ തന്ത. ഇതിനുള്ള മറുപടി പറയേണ്ടത് ഞാനല്ല, സന്ദീപേട്ടൻ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു. ഇന്ന് പാണക്കാട്
ആണ് എൻ്റെ അച്ഛൻ എന്ന് ചേച്ചി പറയുന്നു. മറുപടി ഞാനല്ല പറയേണ്ടത്, തങ്ങളും പറയണം, അതേപോലെ തന്നെ സന്ദീപേട്ടൻ പറയണം, പറയുക തന്നെ വേണം. നല്ല വായയിലേക്ക് ഇങ്ങനെ ചാണകം കുത്തി കയറ്റുന്ന രീതിയിൽ തന്നെ പറയണം കേട്ടോ. ഇന്ന് വന്നിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ സന്ദീപ് വാര്യര്, ഞാൻ പറഞ്ഞ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി, ഇങ്ങനെയൊന്നും പറയല്ലേ വാര്യരെ. ഇതിനേക്കാളും വേഗം താൻ ഒരു മുഴം കയറെടുത്ത് തൂങ്ങി ചാവുന്നതാ. അയ്യേ, ഇത്രയും ഒരു തരത്തിൽ രാഷ്ട്രീയത്തിന്റെ ABC അറിയാത്ത ആളാണ് ഞാന്. പക്ഷെ നിന്ന് മലക്കം അറിയുന്ന താനൊക്കെ ഉണ്ടാക്കിയ തന്തയെ മാറ്റി പറയുന്ന തനിക്കൊക്കെ തൂങ്ങി ചത്തൂടേടോ ഇതിലും ഭേദം. അവർക്ക് ഉണ്ടാക്കിയ തന്തയുടെ പേരെങ്കിലും പറയാനുണ്ട്. ചേച്ചിയുടെ അവസ്ഥ എന്താ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. നിങ്ങളുടെ അച്ഛൻ ഒരു പട്ടാളക്കാരനായെന്ന് പറഞ്ഞപ്പോ അഭിമാനം കൊണ്ടിരുന്നതാണ് ഞാനിന്ന് പറഞ്ഞത്. അയാൾ ഒരു പട്ടാളക്കാരനായിരുന്നെങ്കിൽ അയാളുടെ ഫാമിലിക്കാണ് അതിന്റെ ഗുണവും ദോഷവും വരാനുള്ളത്. നിങ്ങൾക്കൊന്നും വരാനൊന്നുമില്ല. പിന്നെ എന്തിനാണ് അഭിമാന പുളകിതനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ നിർത്തി ചേച്ചി അടങ്ങിയൊരു മൂലക്കിരിക്കും. എന്തായാലും സുല